ഐശയ്യാ 53:7. തന്നെത്താൻ താഴ്ത്തി വായ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായ തുറക്കാതിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാൻ. പരിശുദ്ധ തിരുമാതയുടെ സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നിന്റെ സ്നേഹത്തിനായി, കരുതലിനായി സ്തോത്രം. ജീവനുള്ള ദൈവത്തെ, ഞങ്ങൾ സ്നേഹിക്കുന്ന ക്രിസ്തുവേശുവിനെ തന്നെ, മഹിമയുടെ വലത്ത് ഭാഗത്തിരിക്കുന്ന സ്വർഗത്തിലും ഭൂമി സകല അധികാരമുള്ളവരെ തന്നെ ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിച്ച കൃപ നൽകിയല്ലോ. ഞങ്ങൾ ഭാരിച്ച ദുഃഖത്തിലായിരിക്കുന്ന സമയത്ത് ഞങ്ങളോട് സംസാരിക്കുന്നതിന് സ്നേഹത്തിനായി സ്തോത്രം. ഞങ്ങളെ റീസ്റ്റേഡിക്കുന്നതിന് സ്നേഹത്തിനായി സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ജനം കർത്ത ഉത്സവ വസ്ത്രം ധരിച്ച് വീണ്ടെടുപ്പുകാരെ രുചിച്ചറിഞ്ഞവനായിക്കൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവഴുത്തിൽ കൂടി ഞങ്ങളോട് സംസാരിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് ദൈവ കർത്തൃത്വം ഏറ്റെടുത്താട്ടെ. അതിനെതിരായി പൊങ്ങിയിരിക്കുന്ന ഏതൊരു ശക്തികളും വ്യക്തികളെയും പരിസരങ്ങളെയും ഈ പരിസരത്തു നിന്ന് ഈ ശബ്ദം കടന്നിരുന്ന ഓരോ പരിസരങ്ങളും വ്യക്തികളിൽ നിന്നും പുത്രത്തിന്റെ അധികാരത്തോടെ ക്രിസ്തു യേശുവിന്റെ നാമത്തെ ആഖ്യാനിച്ചു കളയുന്നു. മഹത്വം പുരുഷന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കഴിഞ്ഞ ദിവസം ഞാൻ അല്പമായിട്ട് ഇൻട്രൊഡക്ഷൻ പറഞ്ഞതാണ്. ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തുവിനോട് ചേരുവാൻ, അല്ലെങ്കിൽ ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനോട് ചേരുവാൻ, ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിന്റെ സുവിശേഷം ഏറ്റെടുത്ത വ്യക്തികളോടാണ് ഞാൻ സംസാരിക്കുന്നത്. ആമേൻ, സ്തോത്രം. കഴിഞ്ഞ ദിവസം റോമലേഖനത്തിൽ ചിന്തിച്ചു, കർത്താവായ യേശുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ, മോഹങ്ങൾ ജനിക്കുമാറും ചേട്ടത്തിനായി ചിന്തിക്കരുത്. ആ കർത്താവായ യേശുവിനെ ധരിക്കുന്ന ഒരു മാർഗമാണ് ഇവിടെ കർത്താവിന് തന്റെ കഷ്ടാനുഭവ കാലത്തിന് മുമ്പ്, ഏകദേശം 600 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ കൂടെ തനിക്ക് വരാൻ പോകുന്ന കഷ്ടത എന്താണെന്ന് വിവരിച്ച ഈ വാക്യം നാം ചിന്തിക്കുന്നത്. തന്നെത്താൻ താഴ്ത്തി വായ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. ക്രിസ്തുവിനോട് ചേരുവ സ്നാനപ്പെട്ട ഒരു വ്യക്തിയുടെ, ഒരു വിശ്വാസിയുടെ, ദൈവ പൈതലിന്റെ അവസ്ഥയാണ് ഈ പറയുന്നത്. ആടുകളെ മേയിച്ചുകൊണ്ട് നടന്നിരുന്ന ദാവീദിന് 40 വർഷം ഈ ഭൂമിയിലെ ഒരു സിംഹാസനത്തിൽ ഇരുപ്പാൻ, ദൈവത്തിന്റെ ജനമായിരിക്കുന്ന ഇസ്രായേലിലെ പ്രഭുവായിട്ട് ഇരുത്തുവാനൊക്കെ വേണം. ആടുകളെ മേയ്ക്കുന്ന അവസ്ഥയിൽ നിന്ന് അവന്റെ പിതൃഭവനത്തിലെ അവഗണിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു ദാവീദിനെ വിളിച്ചു വരുത്തി അവനെ അഭിഷേകം ചെയ്ത ദാവീദ് സിംഹാസനത്തിൽ എത്തുന്നതിന് മുമ്പ് എത്ര വർഷങ്ങള് ശൗലിനാലും അബ്ശലോമാനാലും ഉപദ്രവം സഹിച്ചു എന്ന് ധ്യാനിച്ചു നോക്കണം. വെറും 40 വർഷം നിഴലായിരിക്കുന്ന ഇസ്രായേലിന് രാജാവായി വാഴുവാനൊക്കെ വേണം, അവർക്ക് പ്രഭുവായി വാഴുവാനൊക്കെ വേണം തക്കവണ്ണം വിളിച്ചു വേർതിരിച്ച് അനോയിന്റ് ചെയ്ത് അഭിഷേകം ചെയ്ത് ഉത്തരവാദിത്വം കൊടുത്ത ദാവീദിനെ ആ സിംഹാസനത്തിൽ ഇരുപ്പാൻ യോഗ്യനാക്കി തീർക്കത്തക്ക വേണം അവനെ കടത്തി വിട്ടതായിട്ടുള്ള മാർഗങ്ങള് അവനെ ത്യജിച്ചു കളയാതെ അവൻ ഫെലിസ്തീന് ദേശത്ത് കടന്നു പോകേണ്ടി വന്നു, അമാലിക്കിന്റെ ദേശത്ത് കടന്നു പോകേണ്ടി വന്നു. ഒരു നാൾ ഞാൻ ശൗലിന്റെ കൈ പിടിക്കപ്പെട്ടു പോവുകയുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേങ്കിലും വിളിച്ച ദൈവം വിശ്വസ്തനായിരുന്നു. 40 വർഷം ഇസ്രായേലിന്റെ പ്രഭുവായിരിക്കത്തക്കവണ്ണം അവനെ വിളിച്ചവൻ അവനെ യഥാസ്ഥാനപ്പെടുത്തി ആ സിംഹാസനത്തിലിരുത്തി. അങ്ങനെയെങ്കിൽ നിഴലായിരുന്ന ചോരത്തലിലായിരുന്നു അവന്റെ പേരുണ്ടായിരുന്നത്. നമ്മുടെ മേൽ ഒറിജിനലായിരിക്കുന്ന ക്രിസ്തുയേശുവിന്റെ രക്തമാണ് നമ്മുടെ വീണ്ടെടുപ്പ് വില. നമ്മെ വിളിച്ചിരിക്കുന്നത് ഈ ഭൂമിയിൽ ഒരു രാജാവായിട്ട് വാഴുവാനല്ല, നിത്യ യുഗങ്ങള് പുതിയ യെരൂശലേമില് പിതാവിനോട് പുത്രനോട് പരിശുദ്ധാത്മാവിനോട് കൂടെ അവന്റെ മണവാട്ടിയായിട്ട്, ക്രിസ്തുവിന്റെ മണവാട്ടിയായിട്ട് അതേ സിംഹാസനത്തിൽ നിന്ന് രാജാക്കന്മാരായിട്ട് വാഴുവാനാണ് വിളിച്ചിരിക്കുന്നത്. ആ സിംഹാസനത്തിലേക്കുള്ള നടത്തിപ്പില് നമ്മളെ അതിലിരിപ്പാൻ യോഗ്യരാക്കി തീർക്കത്തക്കവണ്ണം, നമ്മളെ അതിലിരുത്തുവാൻ തക്കവണ്ണം മക്കൾ അവൻ മറ്റുവരുള്ള അവൻ പക്വത പ്രാപിച്ച പുത്രത്വത്തിന്റെ അവകാശത്തിലേക്ക് നമ്മളെ പണിതെടുക്കുവാൻ വേണ്ടിയാണ് ഇവിടെ വായിച്ചത്. തന്നെത്താൻ താഴ്ത്തി. നമ്മുടെ മുമ്പിൽ വിഷയങ്ങളുടെ മുമ്പിൽ നമുക്ക് ശത്രുക്കൾ വരും, ഏത് വിഷയത്തിന് വരും. നമ്മൾ അതിനെ എതിർക്കാതെ തന്നെത്താൻ താഴ്ത്തി വായ തുറക്കാതിരുന്നാലും പീഡിപ്പിക്കപ്പെടും. ഇതാണ് യഥാർത്ഥ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ മാർഗം.
ഇതിന് നേരെ ഓപ്പോസിറ്റായി നിൽക്കുന്ന വേറെ സുവിശേഷങ്ങളുണ്ട്. അത് മറ്റൊരു യേശുവാണ്. നിങ്ങൾ ഈ ഭൂമിയിലെ സുഖസൗകര്യങ്ങളോട് നിർത്തി സൈത്താനോട് നിരപ്പിക്കുന്നതാണ്. എന്നാൽ ക്രൂശിക്കപ്പെട്ടവനെ ക്രിസ്തുവിന്റെ സുവിശേഷമോ ലോകത്തെ യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് നിരപ്പിക്കുന്നതാണ്. നിങ്ങളെ വിളിച്ച വിളിയെത്താൻ നല്ലവണ്ണം ഓർക്കുക. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ഇപ്പോഴും വരുവാനുള്ള യുഗായുഗങ്ങളിലും സ്വർഗീയ സിംഹാസനത്തിൽ നിന്ന് വാഴുവാൻ ഞാൻ എന്ന് രക്ഷിക്കപ്പെട്ടോ അവനോട് കൂടെ സ്വർഗ സ്ഥലങ്ങളിലാണ് ഇരുത്തപ്പെടുത്തിയിരിക്കുന്നത്. തന്നെ താഴ്ത്തി വായ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. ഇതാ ക്രൂശിക്കപ്പെട്ടവരെ ക്രിസ്തുവിന്റെ മാർഗം. ഇതിൽ സന്തോഷിക്കുന്നതാണ് ക്രിസ്ത്യാനി. ഇതിൽ സന്തോഷിക്കുന്നവനാണ് ശിഷ്യന്മാർ. യെസ്, എന്റെ കർത്താവിന്റെ മാർഗത്തിൽ തന്നെയാണ് ഞാൻ റൈറ്റ് പാതയിൽ തന്നെയാണ്, ഞാൻ പുതിയ യെരൂശലേമിന്റെ പാതയിൽ തന്നെയാണ്. ഞാൻ വിലപിക്കുകയില്ല. ദുഃഖങ്ങളുണ്ട്, ഉപദ്രവങ്ങളുണ്ട്, കട്ടലുകളുണ്ട്. അപ്പോസ്തലൻ പൗലോസ് റോമിലേക്കുള്ള യാത്രയിൽ നിന്ന് നോക്കുക. 14 ദിവസം കോട്ടിൽ കാറ്റിലഞ്ഞു, ആഹാരമില്ല, കപ്പലുടഞ്ഞു പോയി. അവനോട് കൂടെ അവൻ 275, അവനടക്കം 276 പേരുണ്ട്. ഒരേ ഒരു വിശ്വാസി, ഒരേ ഒരു ദൈവ പൈതൽ. മറ്റെല്ലാവരും കുലപാതകം ക്രൂരമായി കുറ്റം ചെയ്ത് കൈസരുടെ ന്യായസ്ഥലത്തിന്റെ മുമ്പിൽ നിർത്തി അവർ നിത്യമായ ശിക്ഷയ്ക്ക് വേണ്ടി കൊണ്ടുപോകാൻ തക്കവണ്ണ കപ്പലിൽ പടയാളികളിൽ കൂടെ യാത്ര ചെയ്യുക. ഒരേ ഒരു ദൈവ പൈതൽ, ഒരേ ഒരു ദൈവ പൈതൽ. ആമേ സ്തോത്രം. 14 രാത്രി ആമേ രാവും പകലും വെളിച്ചമില്ല, കൊടുങ്കാറ്റിൽ അടയുന്നു, ദിശ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, സൂര്യനെ കാണുന്നില്ല, കപ്പൽ ഉപകരണങ്ങൾ തകർന്നു പോകുന്നു, ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, ആഹാരം വെളിച്ചു കളയേണ്ടി വന്നു, കപ്പലിന്റെ ഭാരം കുറയ്ക്കുന്നു. സ്തോത്രം. 14 ദിവസങ്ങൾക്ക് ശേഷമാണ് കർത്താവ് എന്താ പറയുന്നത്? ഭയപ്പെടേണ്ട, നിനക്ക് ഈ ജലത്തെ ഈ കള്ളന്മാർ കുലപാതകന്മാർ അടിക്കുന്നതിനെയും ഈ ജലത്തെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഇതാ ക്രിസ്തീയ മാർഗം, ഇതാ ക്രിസ്തീയ മാർഗം. പൗലോസ് ശീലാസും കാരാഗ്രഹത്തിൽ ദൈവത്തെ ആരാധിച്ചപ്പോൾ ആ കാരാഗ്രഹത്തിലായിരുന്നു മറ്റെല്ലാവരും തന്നെ അതികഠിനമായ ശിക്ഷയിൽപ്പെട്ടവരായിരുന്നു. ഡഞ്ചിയോനില് അതായത് സാധാരണ ജയിലിനേക്കാളും താഴെ കുഴി കുഴിച്ച് അവൻ മുൻപ് കിടന്നവരുടെ മലമൂത്ര വിസർജനങ്ങൾ ഉണ്ടായിരിക്കും, അത്ര അശുദ്ധമായിരിക്കും സ്ഥലമായിരിക്കും. അവിടെ കിടന്ന് അവര് ചങ്ങലകൾ ബന്ധിക്കപ്പെട്ട സമയത്ത് പോലും ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ അവരുടെ ചങ്ങല മാത്രമല്ല അഴിഞ്ഞത്, കുലപാതകന്മാരും ക്രൂരമായി ശിക്ഷിക്കപ്പെട്ട മറ്റു കള്ളന്മാരുടെയും കുറ്റവാളികളുടെ ചങ്ങല പോലും അഴിഞ്ഞു പോയി. അതാ ദൈവ പൈതല്. അതാണ് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ സാന്നിധ്യം. അതാണ് നീ പറഞ്ഞത്. ഭാരിച്ച ദുഃഖത്തിലായാലും പോരാട്ടമാണെങ്കിലോ, രോഗത്തെ പീഡിക്കപ്പെടുന്നെങ്കിലോ, ദുഃഖത്തിന്റെ താഴ്വരയിലാണെങ്കിലോ, മേഘത്തിന്റെ തണല് ഉയർത്തെഴുന്നേറ്റാണ് ക്രിസ്തുവിന്റെ തണലിൽ ആശ്രയിക്കുക. യു വിൽ ബി റീഇൻസ്റ്റേറ്റഡ്. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും. ഹല്ലേലൂയ. കുഞ്ഞാടിനെ വളർത്താൻ കൊണ്ടുപോവുകയാണെങ്കിൽ സ്നേഹിച്ച് മാർവിടത്തിലെടുത്ത് തോളത്തെടുത്ത് അത് ധ്യാനിച്ച് അതിന് വഴിക്ക് തീറ്റെല്ലാം വെള്ളം കൊടുത്ത് അവയെ സ്തോത്രം സ്നേഹത്തോടു കൂടിയാണ് കൊണ്ടുപോകുക. അതിനൊരു പേരൊക്കെ ഇട്ട് താലോലിച്ചാണ് വളർത്താൻ മേടിക്കുന്ന കുഞ്ഞാടിനെ കൊണ്ടുപോകുന്നത്. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ നോക്കുന്നത് അവയെ സ്തോത്രം ഭാര്യയെ തീറ്റല്ല കൊടുക്കേണ്ടത്. ഇതിനെ അറുത്താൽ എത്ര മാംസം കിട്ടും, ഇയാളിനെ അറുത്താൽ എത്ര മാംസം കിട്ടും, എത്ര വിലയ്ക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതിന് വെള്ളം പോലും കൊടുക്കുകയില്ല, തീറ്റ കൊടുക്കുകയില്ല. അത് കരകെ 2 അടി വെച്ച് കൊടുക്കും, വായ അടച്ചിരിക്കാൻ പറഞ്ഞ്. അതാണ് ക്രൂശിക്കപ്പെട്ടവരെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവ പൈതലിന്റെ അവസ്ഥ. നിന്റെ ചുറ്റുപാടുമുള്ളവര്, നിന്റെ ബന്ധുക്കൾ, നിന്റെ ചാർച്ചക്കാര്, നിന്റെ പരിസരത്തുള്ളവരെല്ലാവരും നിന്നോട് പെരുമാറുന്നത് വളർത്താൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയല്ല, കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ. വേണമോ? ഇതാണ് ക്രൂശിക്കപ്പെട്ടവരെ ക്രിസ്തുവിന്റെ സുവിശേഷം. ഇതാ ഈ ക്രിസ്തുവിനോട് ചേരുവാനാണ് നീ സ്നാനപ്പെട്ടത്. ഒരു പക്ഷെ സ്നാനപ്പെട്ട സമയത്ത് നിനക്ക് അറിയില്ലായിരുന്നിരിക്കാം. പക്ഷെ നിന്നെ സ്നേഹിക്കുന്ന കർത്താവ്, നീയുമായിട്ട് ഉടമ്പടി ചെയ്ത കർത്താവ്, തന്റെ രക്തം കൊണ്ട് സീച്ചിട്ട് ഉടമ്പടി ചെയ്ത കർത്താവ് നിന്നോട് സംസാരിക്കുന്നത്. നിന്നെ ഒരു പക്ഷെ ബന്ധുക്കൾ, അതുപോലെ കൂട്ടുകുടുംബക്കാർ തള്ളിയിടും, കൂട്ടു സഹോദരൻ ഭ്രഷ്ടന്മാരെന്ന് പറഞ്ഞ് തള്ളിയിടും. എങ്കിലും ഭാരപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. ഞാൻ പുതിയ യെരൂശലേമിൽ ലക്ഷ്യമാക്കി യാത്ര ചെയ്യും. എനിക്ക് മുമ്പായി യാത്ര ചെയ്തു എന്നോട് കൂടെയുണ്ട്, എന്നിലുണ്ട്. സ്വർഗത്തിലും ഭൂമിയിൽ എനിക്ക് വേണ്ടി എന്തിനേയും എന്തു ചെയ്യുന്ന അധികാരമുള്ളവർ എന്നിലുണ്ട്. അവ സർവത്തിന്റെയും മീത ദൈവമാണ്, അവ സർവത്തിന്റെയും മീത ദൈവമാണ്. അവൻ ആദ്യ മന്ദിരമാണ്. എന്നെ അവൻ സ്നേഹിക്കുന്നു. കട്ടതയാട്ടെ, പട്ടിണിയാട്ട്, ഉപദ്രവങ്ങളാട്ട്, ആപത്താട്ട്, വാളാട്ട്, ദൂതന്മാർ, വാഴ്ച, അധികാരങ്ങൾ ഒന്നിലും
ക്രിസ്തുവേശുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് വേർതിരിക്കാൻ സാധ്യമല്ല. ഞാനിത് അനുഭവിച്ചറിയും. ഞാൻ കട്ടതയുടെ തീച്ചൂടിലായാലും, രോഗത്തിന്റെ തീച്ചൂടിലായാലും, നിന്നയുടെ തീച്ചൂടിലായാലും, ദീർഘമായ ഉപദ്രവങ്ങളുടെ തീച്ചൂടിലായാലും, സ്വസ്ഥത കിട്ടുന്നില്ലെന്ന് തോന്നിയാലും ഭാരപ്പെടേണ്ട. നിന്നെ സ്വർഗീയ പുതിയ സിംഹാസനം തിരുത്തുവാൻ നിന്നെ യോഗ്യരാക്കി തീർക്കുന്ന, നിന്നെ ക്വാളിഫൈ ചെയ്യുന്ന മുത്തുകളാണ് അതൊക്കെയും. നീ സഹിച്ചാൽ രോമം കത്തിരിക്കുന്ന മുമ്പിൽ മിണ്ടാതിരിക്കുന്ന ആടിലെ പോലെയുമായിരുന്നു. ഹല്ലേലൂയ. തന്റെ ദേഹത്ത് കിളിച്ചു വന്ന രോമം തന്റെ യജമാനെ അറുത്തെടുക്കുക. സ്തോത്രം. മരുഭൂമി തണുപ്പിടാകുമ്പോൾ വലിയ തണുപ്പാ. ആ സമയത്ത് ഷെയറിങ് നടത്തുകയില്ല. പിന്നെ അതിനെ വളർത്തിയിരിക്കുന്നത് അതിന് വേണ്ടിയാണ്. യജമാനന് രോമം കൊടുക്കാൻ വേണ്ടി വളർത്തുന്നത്. നമ്മളിത് അത് തന്നെയാണ്. സ്തോത്രം. ക്രൂശിക്കപ്പെടുന്നത് ക്രിസ്തുവിനെ ചേരുവാൻ സ്നാനം പറ്റ അവൻ സ്തോത്രം. ദൈവപൈതലിൽ നിന്റെ ജീവിതം ഇതാണ്. ഇതിൽ സന്തോഷിക്കുന്നതാണ് ക്രിസ്ത്യാനി. ഇതിൽ ഉല്ലസിക്കുന്നതാണ് ക്രിസ്ത്യാനി. കർത്താവ് നിന്നെ കൊണ്ട് സാധ്യമല്ല, ക്രിസ്തുവിനെ കൊണ്ട് സാധ്യമാണ്. മനുഷ്യന്മാരെ നമ്മെ കൊണ്ട് സാധ്യമല്ല. കർത്താവെ, നിന്നാൽ സകലതും സാധ്യമാണ്. നിന്നാൽ സകലം സാധ്യമാണ്. നീ എൻ്റെ ഉത്സവ വസ്ത്രം ധരിക്കും. ഞാൻ ഇന്മേൽ പിറുപിറുക്കയില്ല, ഞാൻ ഇന്മേൽ ദുഃഖിക്കയില്ല. നിന്റെ ദുഃഖം വിലാപത്തെ റെട്ടിനെ മാറ്റി അതിന്റെ ഉത്സവം വസ്ത്രം ധരിപ്പിക്കുന്ന നിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി, പുനരുദ്ധാനത്തിന്റെ ശക്തി എന്നിൽ പകർന്ന് എന്നെ സന്തോഷത്തോടെ നടത്തിയായിട്ടുള്ള പ്രാർത്ഥനയോടുകൂടെ ഈ വചനങ്ങൾ ദൈവമാണ് എന്നോട് സംസാരിച്ചത്. ദൈവമാണ് സംസാരിച്ചത്. പൂർണ്ണമായ ഹൃദയത്തിൽ ഏറ്റെടുക്കുന്ന വ്യക്തിത്വം ഇപ്പോൾ ഈ നിമിഷം അവൻ ഉത്സവ വസ്ത്രം ധരിക്കും. ദൈവം കർത്താവ് നിങ്ങൾ അതിനായിട്ട് ഒരുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.